എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഒരുപാട് സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളുമുണ്ട്. ചിലപ്പോൾ അവ ചെറുതായിരിക്കാം, മറ്റു ചിലപ്പോൾ വളരെ വലുതും. പക്ഷേ ഈ സ്വപ്നങ്ങൾ ഓരോന്നും യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം ആദ്യം നമുക്കുണ്ടാവണം. നമ്മുടെ ചിന്തകൾക്ക് നമ്മുടെ ഭാവിയെ രൂപപ്പെടുത്താൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നുവോ അത് നടക്കും എന്ന് പൂർണ്ണമായി വിശ്വസിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അതെല്ലാം എഴുതി വയ്ക്കുക. അത് നമ്മുടെ കമ്പ്യൂട്ടറിലോ ഒരു നോട്ട് ബുക്കിലോ ആകാം. ഓരോ ദിവസവും അത് വായിക്കുന്നത് നമ്മുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലായിരിക്കും. അതുപോലെ നമ്മുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ നമ്മൾ എന്തു ചെയ്യണം എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തമായ പ്ലാൻ ഉണ്ടാക്കുക. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ഒരു പുതിയ ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ട ഫണ്ട് എവിടെ നിന്ന് കണ്ടെത്താം, എന്തൊക്കെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കണം, ആരെയെല്ലാം ബന്ധപ്പെടണം, എപ്പോൾ തുടങ്ങണം എന്നിവയെല്ലാം എഴുതി വയ്ക്കുക. ചെറിയ ലക്ഷ്യങ്ങൾ വലിയ നേട്ടങ്ങളായി മാറും. അതായത് വലിയ ലക്ഷ്യങ്ങൾ ഒറ്റയടിക്ക് പൂർത്തീകരിക്കാൻ ശ്രമിച്ചാൽ നമ്മൾ പെട്ടെന്ന് നിരാശരാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ലക്ഷ്യങ്ങളെ ചെറിയ ഭാഗങ്ങളായി തിരിക്കുക. ഉദാഹരണത്തിന്, ഒരു പുസ്തകം എഴുതാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓരോ ആഴ്ചയും 10 പേജുകൾ എഴുതാൻ ശ്രമിക്കുക. ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് ഒരു വലിയ പുസ്തകം എഴുതി തീർക്കാൻ സാധിക്കും. ഇങ്ങനെ ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം ലഭിക്കും. കൂടാതെ നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള ദൂരം കുറയുന്നതായി നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. നിങ്ങളുടെ വഴിയിലെ വെല്ലുവിളികളെ നേരിടുക. അതായത് ലക്ഷ്യങ്ങളിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ പല വെല്ലുവിളികളും നമുക്കുണ്ടാകാം. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച ഫലം കിട്ടാതെ വരും. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പരാജയപ്പെടും. അത്തരം സാഹചര്യങ്ങളിൽ തളരാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഏതൊരു വിജയത്തിന് പിന്നിലും ഒരുപാട് പരാജയങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഒരു വെല്ലുവിളി വരുമ്പോൾ അതിനെ ഒരു പ്രശ്നമായി കാണാതെ ഒരു അവസരമായി കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാതെ അതിനെ എങ്ങനെ മറികടക്കാം എന്ന് ചിന്തിക്കുക. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് വീണ്ടും ഒരേ തെറ്റ് ചെയ്യാതെ സഹായിക്കുന്നതാണ്. അടുത്തത്, സ്വയം പ്രചോദിപ്പിക്കുക. ലക്ഷ്യങ്ങളിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ സ്വയം പ്രചോദിപ്പിക്കുന്നത് വളരെ പ്രധാനമാണ്. അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യുക. അതായത് പ്രചോദിപ്പിക്കുന്ന പുസ്തകങ്ങൾ വായിക്കുക. നിങ്ങൾക്ക് പ്രചോദനം നൽകുന്ന പുസ്തകങ്ങൾ വായിക്കുക. മറ്റ് ആളുകളുടെ വിജയഗാഥകൾ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകും. അടുത്തത്, പോസിറ്റീവ് ആളുകളുമായി ഇടപഴകുക. നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതും പോസിറ്റീവ് ചിന്തകൾ ഉള്ളവരുമായി ഇടപഴകാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് ഒരുപാട് ഊർജം നൽകും. കൂടാതെ സ്വയം അഭിനന്ദിക്കുക. നിങ്ങളുടെ ചെറിയ നേട്ടങ്ങളെപ്പോലും അഭിനന്ദിക്കാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രചോദനം നൽകും. അടുത്തത്, പുതിയ കാര്യങ്ങൾ പഠിക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഇത് നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കാനും നിങ്ങളുടെ ആത്മവിശ്വാസം ഉയർത്താനും സഹായിക്കും. സമയത്തെ കാര്യക്ഷമമായി ഉപയോഗിക്കുക. അതായത് സമയം ഒരിക്കലും തിരികെ കിട്ടാത്ത ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നത് വളരെയേറെ പ്രധാനമാണ്. അതിന് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. ഓരോ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. അതിനനുസരിച്ച് പ്രവർത്തിക്കുക. കൂടാതെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മുൻഗണന നൽകുക. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആദ്യം ചെയ്യുക. അനാവശ്യ കാര്യങ്ങളിൽ സമയം കളയാതെ ശ്രദ്ധിക്കുക. ചെറിയ വിശ്രമങ്ങൾ എടുക്കുക. അതെന്താണെന്ന് വെച്ചാൽ ഒരുപാട് നേരം തുടർച്ചയായി ജോലി ചെയ്യാതെ ചെറിയ വിശ്രമങ്ങൾ എടുക്കുക. ഇത് നിങ്ങളുടെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്താനും കൂടുതൽ കാര്യക്ഷമമായി ജോലി ചെയ്യാൻ സഹായിക്കും. അടുത്തത്, നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നതാണ്. നമ്മുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ നല്ല ആരോഗ്യവും അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യത്തിന് മുൻഗണന നൽകുക. അതായത് നല്ല ഭക്ഷണം കഴിക്കുക. പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. വ്യായാമം ചെയ്യുക. ദിവസവും കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യുക. മതിയായ ഉറക്കം ലഭിക്കുക. നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ ഉറക്കം നൽകുക എന്നതാണ് മതിയായ ഉറക്കം ലഭിക്കുക എന്നതിനാൽ അർത്ഥമാക്കുന്നത്. അടുത്തത്, മാനസികാരോഗ്യത്തിന് ശ്രദ്ധ നൽകുക. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണാൻ മടിക്കരുത്.